നല്ല അടിപൊളി ബീഫ് കറിയും ചോറൊക്കെ ഉണ്ടായിട്ട് ഇഞ്ഞോ താത്ത പോയി കാറ്റ് കൊടുത്തു. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഷനക്ക് എക്സാം ആണ് കേട്ടോ, ക്രിസ്മസ് എക്സാം. എവിടെ എക്സാം? ഏത് എക്സാം? മലയാളം. പഠിച്ചിട്ടുണ്ടോ? എത്രണ്ണം പഠിച്ചിക്കണു? കുറച്ചാണോ കൂടുതലാണോ? എല്ലാം അറ്റൻഡ് ചെയ്യും, ഒരെണ്ണം പോലും വിടൂല? ഉറപ്പ്? ഓ, നാളെ ഏത് എക്സാം? എന്താ പാട്? ഇംഗ്ലീഷ് എന്താ പാട്? അടിപൊളിയല്ലേ? ഫുൾ മാർക്ക് വാങ്ങും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇന്ന് അതിനിപ്പോൾ പോണത് സ്കൂൾക്കല്ലല്ലോ അല്ലേ, ബെസ്റ്റ് ഓഫ് ലക്ക് തരാൻ. ഇന്ന് ഷാനെങ്ങോട്ടാ പോണു? മനസ്സിലാവണേ ഇല്ല, മദ്രസയിൽ പോണ ലുക്ക് അല്ലേ? ഇന്ന് ഷാന കുരുന്നുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് മദ്രസയിൽ. ഞാൻ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനായിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മറ്റു കുട്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് അവരുടെ ബുക്കൊക്കെ വെറുതെ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ, മദ്രസയിൽ ഇരുന്നു കൊണ്ട് തന്നെ. ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ അന്നൊക്കെ ഞാൻ വായിക്കുമ്പോൾ തന്നെ അതൊരു നല്ല കഥകൾ കാര്യങ്ങളായിരുന്നു, കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ കുരുന്നുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുരുന്നുകൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് കൊടുന്നിട്ട് നോക്കാം അല്ലേ. ഇപ്പോൾ ഒരു 6 മാസത്തെ ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഷാന വായിക്കുന്നതാണെങ്കിൽ നമുക്കൊരു വർഷത്തിന് വാങ്ങാം. വായിക്കുമോ? നിങ്ങൾ നമ്മളെ മിന്നുവിനെ സിറ്റ് ഔട്ടിൽ കണ്ടില്ല എന്ന് വിചാരിക്കരുത്, എഴുന്നേറ്റിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. മിന്ന ഇപ്പൊ പതിവ് പോലെ ഞങ്ങളുടെ കൂടെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മിന്നൂസ്. മിന്ന അല്ലേ, ഇതെങ്ങനെയൊക്കെ നീ കാണുന്നേ? എൻ്റെ ഫോൺ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ട ആപ്പ് എടുത്തിട്ട് ഓടും. മിന്നുവാ, ഇത് കണ്ടിന്യൂസ് ഇരുന്ന് കാണുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇത് ഓണാക്കിയിട്ട് അവള് വേറെ വഴിക്ക് പോകും. അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇട്ടിട്ട് ലോകം ചുറ്റാൻ ഇറങ്ങും അല്ല മിന്നുവാ? ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് അത്ര അങ്ങോട്ട് പെർഫോമൻസ് പോരാ തോന്നുന്നു കേട്ടോ, കാരണം വ്യൂസ് ഇത്തിരി കുറവാണ് കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ ചെയ്തല്ലേ പറ്റൂ എന്നല്ല, നമ്മളത് ചെയ്തും കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിന് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ ആ വ്യൂ ഒന്നും കാണുന്നില്ല വരുന്നില്ല പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനൽ ഇങ്ങനെ ഡിമ്മായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പരിശ്രമിക്കും തോറും അതിങ്ങനെ ഒരു വെച്ചടി ഇങ്ങനെ മുകളിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പം ആ എയർ ഫ്രയർ നല്ല ഉപകാരമാണ് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊടുക്കാം. നമുക്ക് ചിക്കനും ഒക്കെ മീനും എല്ലാം അതിൽ കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാനും ചൂടാക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരു മിനി ഓവൻ സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പം ഇന്ന് എന്തായാലും പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടു. അപ്പൊ തലേ ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞാനത് ഇല്ല എന്ന് വെച്ചിട്ട് പിന്തിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ പുട്ടിന്റെ പൊടി എടുത്തപ്പോൾ പൊടി കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി ചേർത്തു. എന്നെ തളർത്താനാവില്ല രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കിന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാനിതുപോലെ ചെറിയ ചൂടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കെറ്റിലായതുകൊണ്ട് തന്നെ ചൂടത്തിരി അധികം തന്നെ ആയിട്ടുണ്ട്. അപ്പം കുഴയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കുഴച്ച് നോക്കി. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും കൈ നല്ല ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആവിയൊക്കെ പോകുന്നത് കാണാം. അപ്പം ഞാൻ അവിടെ ഒഴിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ദാ തേങ്ങ ഇല്ലെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഉണങ്ങിയ തേങ്ങ ഇരിക്കുന്നത് കാരണം വേഗം അതെടുത്തിട്ടു. കാരണം ഈ ഒരു തേങ്ങ വെച്ച് നമുക്ക് ചിരവി എടുക്കാൻ സാധിക്കൂല കേട്ടോ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കത്തി എടുക്കുക, ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. അപ്പൊ കൈയൊക്കെ മുറിയാതെ നോക്കുക കേട്ടോ. സാവകാശം ക്ഷമയൊക്കെ ഉണ്ടാവണം കേട്ടോ അത് ചെയ്യുമ്പോൾ. അപ്പം ഒരു കൊപ്രയുടെ പരുവൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. മീൻസ് കൊപ്ര പറഞ്ഞത് ഉണങ്ങിയിട്ട് കൊപ്ര ആയതല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മളിതിൽ മിക്സിയിൽ അരയ്ക്കാറ് റൈറ്റ് സൈഡിലോട്ട് തിരിക്കല്ലേ, വലതുഭാഗത്തോട്ട് തിരിക്കല്ലേ ചെയ്യുക. ഇതിങ്ങനെ ഇടതുഭാഗത്തേക്ക് ഒന്നിങ്ങനെ അതിൻ്റെ ബട്ടൺ ഒന്ന് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഒരു പൊടിഞ്ഞ പരുവാവും. നമ്മൾ എന്തെങ്കിലും കുരുമുളക് സാധനങ്ങളൊക്കെ നമ്മൾ പൊടിക്കാനായിട്ട് അങ്ങനെയല്ലേ ചെയ്യാറ്. ഇങ്ങനെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ അങ്ങനെ നമ്മളെ മിക്സിയുടെ ആ ഒരു ബട്ടൺ അങ്ങനെ ആകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിരവി എടുത്ത തേങ്ങ ആയി കിട്ടും എന്നാണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കൈയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്വിച്ച് ഓഫ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൈയിട്ടിട്ട് ഇളക്കാനായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിരൽ കാണില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതാ വാചകടിയിലൊക്കെ നമ്മുടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു 2-3 പീസ് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാനത് നൈസായിട്ട് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും പുട്ടിന് ചെറുതായിട്ട് ആ ഒരു ലെയറിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ, വലിയ മൊഞ്ചൊന്നും വേണ്ടല്ലോ, എന്നാലും ഇത്തിരി അധികം പൊടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയം. അതിൽ ഞാൻ തളർന്നില്ല, കുഴപ്പമില്ല, നമുക്ക് പുട്ടിക്കല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ ലെയർ തേങ്ങ ഇട്ട് കൊടുത്തു. ഞാൻ വിചാരിച്ചു പൊടിഞ്ഞത് കൂടി പോയി, ഇനി എങ്ങാനും ആ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ വരുമോ വിചാരിച്ചു. കാരണം കുറച്ചധികം തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രോണിക് ബാച്ചിലറിൽ അരിശ അശോകന് പുട്ടുണ്ടാക്കണ പോലെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വേഗം തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഷാന വരും. ഷാനക്ക് ഇന്ന് എക്സാം ആണ്, ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് എക്സാം ഫസ്റ്റ് മലയാളമാണ് കേട്ടോ അവർക്ക്. അപ്പം ഇന്ന് മലയാളമാണ്. അപ്പം അതൊക്കെ പറഞ്ഞത് ആ പുട്ടിന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷാന വരാനായപ്പോഴേക്കും ഞാനിത് അവൾ കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ. ഈ ഒരു കഷ്ണവും ഒരു ചെറിയൊരു പൊട്ടും അത് എക്സ്ട്രാ ഞാൻ അങ്ങനെ വെച്ചേക്കണം എൻ്റെ ഒരു സമാധാനത്തിൽ കേട്ടോ. കാരണം ആ ഒരു പൊട്ടേ അവൾ കഴിക്കാറുള്ളൂ. അപ്പം അതും ഇതുപോലെ 2 ചെറുപഴവും ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കും. അപ്പോഴാണ് നമ്മൾ അടുത്ത തൊടിയിൽ ഇങ്ങനെ മരം മുറിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് വന്ന് നോക്കിയതാണ്. അപ്പം നമുക്ക് ഈ കാണുന്ന മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ അവരോട് കട്ട് ചെയ്ത് തരാൻ പറയണം. ഷാനാൻ്റെ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ നോക്കൂ ഗെയ്സ്. ഇതെന്താ ഷാന? 3 ബണ്ണ് ചിലവായി എന്നല്ലാതെ എന്താപ്പം ഇതിലൊരു അർത്ഥമുള്ളത്? ഇത് അത്ര ഇപ്പം ഫാഷൻ. എവിടുന്ന് കണ്ട ഈ ഫാഷനൊക്കെ? നോട്ട് തിരിഞ്ഞു നിന്നാ വെപ്പ് മുടിക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, മറ്റേ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഹലോ 9:05, ഇനി എന്താ പരിപാടി? വണ്ടി പിന്നെ വണ്ടി വരുന്നു, താത്തന്റെ വണ്ടി ഓടിക്കോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിമ്പിൾ അങ്ങനെ വിചാരിക്കരുത്, വായിച്ച് മനസ്സിലാക്കി എഴുതണം. ഓക്കെ, ആ ആ ഇഞ്ഞോ 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 താത്ത പോയി. ടാറ്റ കൊടുത്ത പാവ എൻ്റെ കുട്ടി രാവിലെ നടക്കണതാണ് താത്താൻ്റെ പിന്നാലെ അല്ലേ. ചായ കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. അതെ, കഴിച്ചിക്കണോ? അപ്പോൾ ഉമ്മയും മോളുടെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിന്നുവിനെ ഉറക്കിയതിന് ശേഷം ഞാനിതാ ഫ്രിഡ്ജിൽ രാവിലെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഷാന പോയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പം ഞാൻ ബീഫ് വാങ്ങുമ്പോൾ ലിവറും ഇങ്ങനെ ഇറച്ചിയും കൂടെ പകുതിയായിട്ട് 1 kg ആണ് കേട്ടോ വാങ്ങാറ്. അപ്പം ഇവർക്ക് ലിവർ ഇഷ്ടമാണല്ലോ, അപ്പം അതുകൊണ്ട് പകുതി ആക്കിയിട്ട് അങ്ങനെ വാങ്ങാറാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് മുഴുവനായിട്ട് ഇന്ന് കറി വെക്കണ്ട എന്ന് വിചാരിച്ചു. ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ ഇന്ന് കറി വെച്ച് അത് തന്നെ 2 ദിവസം ഉണ്ടാവും. പിന്നെ ഇടയിൽ വല്ല മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികളോ വെച്ചിട്ട് അടുത്ത സമയം ഈ എടുത്തു വെച്ച ബീഫ് എടുക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ ഒരുപാട് ഇങ്ങനെ ബീഫ് കറി ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കഴിക്കാനൊക്കെ. അപ്പോൾ അതുപോലെ പകുതി ആക്കി വെച്ചാൽ നമുക്ക് കറിക്ക് ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ ബീഫിൻ്റെ പൂതി തീർന്നും കിട്ടുമല്ലോ. അപ്പോൾ ഇതാ വേഗം ബീഫൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പം ഞാൻ ആദ്യം ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് കഴുകാൻ നോക്കിയത്. അപ്പം അതങ്ങോട്ട് ശരിയാവില്ലല്ലോ നമ്മളത് നോക്കുമ്പോൾ. അപ്പം ഞാൻ വേഗം അരിപ്പക്കൊട്ടയിലോട്ട് മാറ്റി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ബീഫ് എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ, ആദ്യം കുക്കറിൽ ബീഫും പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ,
നമ്മുടെ ഉപ്പ്, ഈ മഞ്ഞൾപ്പൊടി, ബീഫ് മസാല, ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുക. കാരണം അപ്പോൾ ബീഫ് നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലല്ലോ. കാരണം ആ ഒരു സമയം നമുക്ക് വേറെ പണിയുണ്ട്. ഇത് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളി, തക്കാളി, മറ്റു മസാല കാര്യങ്ങളൊക്കെ സെറ്റാക്കി വാട്ടി വെക്കണം. അപ്പം നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാടുന്ന സമയം ബീഫ് ഇങ്ങനെ വെച്ചില്ലായിരുന്നെങ്കിൽ അതവിടെ വെറുതെ ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുക്കുമല്ലോ. അപ്പം നമ്മുടെ പണി ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം ഒരു 4 വിസിലോളം ഞാൻ ഇതുപോലെ വെച്ചിട്ട് വരുത്തിക്കും. പിന്നെ മസാല ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 2 വിസിൽ. അപ്പൊ ടോട്ടൽ എത്ര വിസിലായി? 6 വിസിലാണ് ഞാൻ ബീഫിന് കണക്കാക്കുക. നാളെ മുതൽ ഉച്ചയ്ക്ക് ഇന്നുണ്ടായിരുന്നോ? പക്ഷെ എല്ലാവരും ഉച്ചക്ക് പറഞ്ഞു. നാളെ മുതൽ വൈകുന്നേരം വരെ. എത്ര എക്സാം കഴിയോളം ഉണ്ടാവും? എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതന്നെ എക്സാം 4 സബ്ജക്റ്റ് അത് കഴിയോളാണോന്ന്. പിന്നെ സ്കൂൾ പൂട്ടല്ലേ. ഇനി 4 സബ്ജക്റ്റ് അല്ലേ എക്സാം. അത് കഴിയോളല്ലേ വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്കൂൾ അടക്കല്ലേ ക്രിസ്മസ് വെക്കേഷന്. ഈ ക്രിസ്മസ് വെക്കേഷനും ക്ലാസ് വെക്കൂ. കേറിക്കൂ ഉറങ്ങി. അപ്പൊ നാളെ ഞാനിനി സ്കൂളൊക്കെ ഉച്ച വരെയല്ലേ ഉള്ളൂ. ഇനി വൈകുന്നേരം വരെ വണ്ടി ഉണ്ടല്ലോ, മറ്റുള്ളവർക്കും ഉണ്ടല്ലോ. ഓക്കെ. അതായത് അവിടെ തന്നെ തിരിച്ചു പോകാനോ? അവിടെ തന്നെ നിൽക്കണം? പുറത്തന്നെ നിൽക്കണം? തിരിച്ചു പോകാനാണോന്ന്? ക്ലാസ് അവിടെ നിൽക്കട്ടെ. എക്സാമിന്റെ കാര്യം പറയും. വളരെ സിമ്പിളായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, നാളെ കവിത ബാക്കി എഴുതാനുണ്ടായിരുന്നു. ബാഗ് പൊട്ടിക്കണ്ട. അപ്പോൾ നാളെ ഇംഗ്ലീഷാണ്. ഇന്നിപ്പോൾ ഇനി വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും നിൽക്കണ്ട. വേഗം ഇരുന്ന് പഠിക്കുക കേട്ടോ. തന്നെ നല്ല അടിപൊളി ബീഫ് കറിയും ചോറൊക്കെ ഉണ്ടായിട്ട് എന്താണ് തിന്നുകൊണ്ടിരിക്കുന്നത്? ചിക്കൻ കട്ട്ലറ്റും സോസ് കൂട്ടി കഴിക്കുക അല്ലേ? മിന്നുവിന് കൊടുക്ക്. മിന്നിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. അല്ലോ, നീ മിന്നു റെഡിയായി വരുമ്പോഴേക്കും എടുക്കല്ല കേട്ടോ. അതാ എനിക്ക് മറ്റേ ഒരു തെണ്ണിയുടെ സഹായം ആവശ്യമില്ല പറഞ്ഞു. എന്തേ? അതിൽ ചിലപ്പോൾ എന്തെങ്കിലും മുളകോ കറിവേപ്പില എന്തെങ്കിലും പെട്ടിട്ടുണ്ടാവും. ഇത്ര വലിയ പീസ് കൊടുക്കണ്ടല്ലോ, ചെറുത്ത് കൊടുക്ക്. ഓക്കെ, ഇനി ചോറപ്പോഴാ? അപ്പൊ ചോറ് തിന്നുന്ന സമയത്ത് കട്ട്ലറ്റ് ഇരുന്നിട്ട് അവരവിടെ കഴിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിലോ ഒടുക്കാത്ത വെയിലാണ് കേട്ടോ. കാരണം ഇത് ഇന്നലെ നൈറ്റ് ഷാനാന്റെ യൂണിഫോം ഉള്ള കാരണം നൈറ്റ് അലക്കിയിട്ടിട്ട് അത് ഞാൻ അപ്പം തന്നെ വിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കിനും നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ പഴയ പോലെ തന്നെ നമ്മുടെ ചെയറിലോട്ട് അതിന് സ്ഥാനമാറ്റം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അവിടെ എത്ര ദിവസം കെടുക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് എപ്പോഴാണ് അതിന് അവിടെ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു പരിപാടി ഇങ്ങോട്ട് തീർത്ത് വെച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ അയലൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തിയാണല്ലോ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ തള്ള വൈബൊന്നും പറയരുത് കേട്ടോ. കാരണം അപ്പുറത്തെ തൊടിയിൽ തെങ്ങൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഒരു 4 പട്ട ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ചൂലുണ്ടാക്കാനാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കി അത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതരം വൈബ് തന്നെയല്ലേ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ തള്ള വൈബായിട്ടല്ല. അപ്പം ഇത് എത്ര ദിവസം കൊണ്ട് ആയി കിട്ടും എന്നൊന്നും ആരും ചോദിക്കരുത്. കാരണം ഇത് ചിലപ്പോൾ 1 വീക്ക് ആവാം, 2 വീക്ക് ആവാം, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പം അത് അവിടെ ഇട്ടത് അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നി നേരെ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയാണ് കേട്ടോ. കാരണം ഇനി ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലോട്ട് തന്നെ ഇത് എപ്പോൾ എടുക്കുന്നൊന്നും ഒരു എത്തും പിടുത്തം ഇല്ലാതെ കിടക്കുന്ന സാധനമാണല്ലോ. അപ്പം നമ്മൾ വേഗം ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ഇപ്പുറത്തോട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈർക്കിലൊക്കെ എടുത്ത് നല്ലൊരു അടിപൊളി ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.